ഹായ്, ഇത് സെക്കൻഡ് ഡേ ഇൻ പാരീസാണ്. ഞങ്ങൾ രാവിലെ ഇപ്പം സമയം ഏതാണ്ട് ഒരു 8:30 ആയി. രാവിലെ നല്ല തണുപ്പുണ്ട്. ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഡേ പാസ് ഇന്ന് എടുക്കും, എന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി ചെറിയ, പക്ഷേ ഭയങ്കര മഴയല്ല, പക്ഷേ ചെറിയ ചാറ്റൽ പോലത്തെ മഴയുണ്ടായിരുന്നു. നമുക്ക് യാത്ര ചെയ്യണതിനൊന്നും കുഴപ്പമില്ല. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ ഐഫിൽ ടവർ കാണാൻ വേണ്ടി പോയിട്ട് നല്ല തണുപ്പായിരുന്നു. ഞാൻ സ്വെറ്റർ അങ്ങനെ നല്ല ഇതായിട്ടുള്ള സ്വെറ്ററൊന്നും അല്ല ഇട്ടപ്പോൾ, അത് കാരണം കൊണ്ട് ഇന്ന് ഗ്ലൗസും സ്വെറ്ററൊക്കെ ഇത്തിരി കട്ടിയുള്ളൊരു സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ടാണ്, വൂളൻ്റെ സോക്സൊക്കെ ഇട്ടാണ് ഇന്ന് പോകുന്നത്. കാരണം തണുപ്പിനെ ഒന്ന് ഏപ്രിലൊക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ ഒന്ന് മാറും എന്നൊക്കെയുള്ളൊരു ഇതായിട്ടാണ്. അങ്ങനെ ഭയങ്കര കട്ടിയുള്ള സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതെടുക്കാമായിരുന്നു, അതെടുത്തില്ല. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഭയങ്കര അൺസൈക്കബിൾ തണുപ്പൊന്നുമല്ല. പക്ഷെ നമ്മൾ നാട്ടിൽ ചൂടും അതൊക്കെ ആയത് കാരണം കൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ തണുപ്പ് വരുമ്പോൾ ഇവിടെ ഇപ്പം ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ രാത്രി ഐഫിൽ ടവറിൻ്റെ ഒക്കെ അവിടെ വരുമ്പോൾ ഓരോരുത്തർ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇവരിങ്ങനെ തണുപ്പത്തെ എങ്ങനെ ഇതിൽ, കാരണം അവർക്കത് ശീലമായി, ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ചൂടത്ത് നിൽക്കണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ കുറച്ച് തണുപ്പ് വന്നു കഴിഞ്ഞാലും അത്ര ശീലമാവുന്നില്ല. ഇനിയിപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇപ്പം സ്ഥലത്തിന് പേരെന്താ മോൺമാർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ഫസ്റ്റ് പോകാൻ ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ, പാരീസിൽ നല്ല വ്യൂ കിട്ടും എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ നമുക്ക് പോകാം. വന്നിട്ട് മോൺമാർട്ടിൽ പോയി പിന്നെ അവിടുന്ന് കുറച്ച് ലൂവിയർ മ്യൂസിയം, പിന്നെ അങ്ങനെ കുറച്ച് ഒരു നോർത്ത് കത്തീഡ്രൽ ഉണ്ട്, നോർത്ത് കത്തീഡ്രൽ ഉണ്ട്. അങ്ങനെ 2-3 സ്ഥലം പ്ലാനുണ്ട്. എല്ലാം നടന്നാൽ മതിയായിരുന്നു, നമുക്ക് നോക്കാം. റോഡ് ക്രോസ് ചെയ്യുകയാണ് ഇവിടെ. എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ക്രോസ് ചെയ്യണ പോലെ എല്ലാം നമുക്ക് നല്ല സുഖം ഇവിടെ നിർത്തി തരും വണ്ടി. ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ഗല്ലി പോലത്തെ ഒരു റോഡാണിത്. ഇന്നലെ ഒരു കീർത്തി പറയണേ ഇവിടെ കുറെ കാറ്റാടി ഉണ്ട്, പറത്തി നോക്കാം. കാറ്റാടിയിൽ അപ്പൂപ്പൻ താടി നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ അപ്പൂപ്പൻ താടി ഉണ്ട് കേട്ടോ. ആക്ച്വലി മഴ നനഞ്ഞ് അങ്ങനെ ഇത്തിരി ഇതായിട്ടിരിക്കുന്നതുകൊണ്ട് ഒറ്റ ഊതലിന് പറക്കണില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ അപ്പൂപ്പൻ താടിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. രസമല്ല, വലിപ്പമുണ്ട് കുറച്ചും കൂടെ. നാട്ടിലെ നല്ല നാട്ടാടിപൊളിയായിട്ട് നല്ല കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തണുപ്പായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ കുറച്ചങ്ങ് നടന്നങ്ങ് ചെന്നപ്പോൾ ഈ തണുപ്പിൽ കൂടെ നടക്കാൻ ഒരു രസമുണ്ട് കേട്ടോ. നമുക്ക് ആ തണുപ്പുമായിട്ട് നമ്മുടെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. വീണ്ടും ഒരു അപ്പൂപ്പൻ താടി, അതൊക്കെ മഴ നനഞ്ഞ് ആകെ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഊതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറക്കില്ല. നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പോൾ തണുപ്പത്തോടെ നടക്കാൻ ഇതൊക്കെ കുറേ വീടുകളാണെന്ന് തോന്നുന്നു അവിടെ അടുത്തടുത്ത്. അവരുടെ ഫ്രഞ്ച് സ്റ്റൈൽ വീടൊക്കെ ആയിരിക്കും ഇങ്ങനെ അടുത്തടുത്ത്. നമ്മുടെയൊക്കെ നാട്ടിലെ വില്ലയൊക്കെ പോലെ ഉണ്ട്. അതിനെ ഞങ്ങളിപ്പോൾ ട്രെയിൻ ഇറങ്ങി പോർട്ട് കിൽച്ചെ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിലിറങ്ങി. അവിടെ നിന്ന് ഒരു 5 minutes വാക്ക് ബസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ബസ് ബോൾട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, ഒരു ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ ബസ് കയറി. അവിടെ നിന്ന് പിഗല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പിൽ ഇപ്പോൾ ഇറങ്ങിയേക്കുക. ഇവിടെ ആണ് മോണ്ടേ മാർട്ട്, ഇവിടെ നിന്ന് തൊട്ടടുത്താണ്.
അപ്പോൾ അവിടെ നിന്നൊരു ഈ പിഗലെ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നൊരു 7 minutes വാക്കിലാണ് ഞങ്ങളിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് സ്ട്രീറ്റ്. ഒരു കയറ്റം ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്നൊരു 1 minute കൂടി ഉള്ളൂ. അങ്ങനെ നമ്മൾ മോൺമാർട്ട് എത്തി. അത് കുറേ കയറ്റം കയറി ഇങ്ങനെ നമ്മൾ ചെന്നിട്ടാണ് അവിടെ എത്തിയത്. നല്ല 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 രസമുള്ള കുറേ കഫേ റെസ്റ്റോറൻറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്താ പറയുക, നല്ലൊരു പണ്ടത്തെ ഫ്രാൻസ് അല്ലെങ്കിൽ ആ ഒരു ടച്ച് തോന്നുന്ന രീതിയിലുള്ളത്. ഇതിപ്പം ഒരു എന്താ അതിൻ്റെ അടുത്തുള്ളൊരു ചർച്ചാണ്. വൈറ്റ് ഡോംഡ് ചർച്ച് എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാറിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസിന് നല്ലൊരു വ്യൂ കിട്ടും എന്നാണ് പറയണത്. ചർച്ചിൻ്റെ സൈഡിൽ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചേക്കണെയാണ്. വിലയൊന്നും ചോദിക്കാനില്ല, നല്ല വിലയായിരിക്കും. അത് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, നല്ല വിലയിലാക്കി വെച്ചേക്കണത്. ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് അറിയില്ല. രസമുണ്ട് കാണാനൊക്കെ. വിഷസ് ലോക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹിച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റണതിലായിരിക്കും. ഈ നിറച്ച് ഇതിൻ്റെ ഈ ഉള്ള സൈഡ് വോളിൽ ഫുള്ള് ഈ പറയുന്ന വിഷസ് ലോക്കുകളാണ് ഓരോരുത്തരും ചെയ്ത് വെച്ചേക്കുന്നത്. മോൺമാർട്ടിൽ നിന്ന് ഇപ്പോൾ ലുവിയർ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഇത് കാണുന്നതാണ് നമുക്ക് അടുത്തിനി ഒരു പെട്ടെന്ന് എത്താം. ആക്ച്വലി ലുവിയർ മ്യൂസിയത്തിൽ ഞങ്ങൾ കയറുന്നില്ല. ഇതിന് പാസ്സുണ്ട്. പെർ ഹെഡ് എത്രയാണ്? ഒരു 5,000 27 യൂറോസാണ് എന്ന് പറയുമ്പോൾ 2,700 രൂപ അടുക്ക സംതിങ് വരും. ഇപ്പോൾ 2 പേർക്കാവുമ്പോൾ ഓൾമോസ്റ്റ് 5,000 സംതിങ് വരും. 5,000 ബക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതും ഇവിടെ നിന്നിപ്പോൾ എടുക്കുവാണെങ്കിൽ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കയറായിരുന്നു. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്ത് കാണാവുന്ന ഉണ്ട്. ഇതിൽ പറഞ്ഞ പോലെ മൊണാലിസയുടെ പിക്ചർ, പിന്നെ ഫേമസ് ഓരോ നാട് ബേസ് ചെയ്തുള്ള ഫേമസ് പെയിൻറ്റിങ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ
എന്താ കൾച്ചേഴ്സ് അല്ല, കുറേ പറയണേ അവരുടെ ഹെറിറ്റേജ് ആ ടൈപ്പ് വേൾഡിലെ പല ഫേമസ് ആയിട്ടുള്ള പെയിന്റിങ്സ് അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് ഇങ്ങനെ ഈ പ്രതിമകൾ പോലെ കൾച്ചേഴ്സ് പോലത്തെ സാധനങ്ങളും ഒക്കെ എല്ലാം അതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. ഒരു വൺ ഡേ പോരാന്നാണ് പറഞ്ഞത് ഇതിനകത്തിരുന്ന് സ്പെൻഡ്. അപ്പോൾ നമ്മൾ ആകെ പാരീസിലാകെ 2 days നമ്മളെ ഉള്ളൂ. അപ്പം പിന്നെയും വേറെ കുറച്ചും കൂടെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട് കാണാൻ വേണ്ടി. സോ ഞങ്ങൾ കയറുന്നില്ല. പുറമേന്ന് എന്താണ് ലുവ്യർ മ്യൂസിയം എങ്ങനെ കണ്ടിരിക്കണം അതൊക്കെ അത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ലുവ്യർ മ്യൂസിയം എത്തി. ഇതാണ് കാണുന്ന ആദ്യം പറഞ്ഞ പിരമിഡ് സ്ട്രക്ചറുള്ള ലുവ്യർ മ്യൂസിയം. ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. ഞങ്ങൾ കുറേ കറങ്ങി ഇവിടെ എത്താൻ വേണ്ടി. കാരണം മാപ്പ് നോക്കി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ലുവ്യർ മ്യൂസിയം എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ കാണിച്ചു. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അവിടെ ഇരുന്ന് കറങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി. കാരണം മാപ്പ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലുവ്യർ മ്യൂസിയത്തിൻ്റെ ഇമേജ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതെന്ന് പറയുമ്പോൾ ഈ പിരമിഡ് സ്ട്രക്ചറാണ്. ബാക്കി ഈ കാണുന്ന ആർക്കിടെക്ചറൊന്നും നമുക്ക് മനസ്സിലില്ല, നമുക്ക് അറിയില്ല ഇങ്ങനൊരു സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം. ഈ തപ്പി എന്തായാലും ഞങ്ങളിത് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് മൊത്തം ചുറ്റി കാണാനായിരിക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 day ഫുൾ സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ആർക്ക് ദേ ട്രയോംഫെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റൊക്കെ പോലെ ഇരിക്കുന്നു അല്ലേ. ഇതിപ്പം സമയം ഇവിടെ 7 മണിയാണ്. നോക്കിക്കേ, 7 മണിക്ക് നല്ല ഡേ ടൈം. നമ്മുടെ അവിടെ ഒരു ഉച്ച 2 മണിയുടെ 3 മണിയുടെയൊക്കെ ഇതുപോലെയാണ്. ചെറിയ കാറ്റുണ്ട്, പക്ഷെ നല്ല ഡേ ടൈം പോലെയാണ് നമുക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ ഏപ്രിൽ ഈ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് ഒരു കാര്യം നമുക്ക് ഡേ ടൈം കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഓഫ് കോഴ്സ് പാരീസ് നൈറ്റ് ലൈഫാണ്, അതും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറേ സമയം കിട്ടുന്നുണ്ട് ഈ ഒരു ഏപ്രിൽ മന്ത് വന്ന കാരണം കൊണ്ട്. ഇവിടെ മിക്കവരും ഇത് കഴിക്കണ കണ്ടിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇത് ക്രീപ്പ് എന്നാണ് ഇത് പറയുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ന്യൂട്ടല്ല ആൻഡ് സ്ട്രോബെറി ബേസിലാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണിത്. ഇത് എന്ത് തോന്നുന്നു? നല്ല എമ്മിയാണ്. ഇത് എന്താ ഇതിൻ്റെ ബേസ് മനസ്സിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. അതിന് സ്ട്രോബെറിയും പിന്നെ ആ ന്യൂട്ടല്ലയുടെ ഫ്ലേവറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല എമ്മി.
കാറിൻ്റെ ഒരു വലിയ ഷോറൂമാണ് ഇത്. ആക്ച്വലി ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നി. ഒരു ബ്രീഫ് കേസ് പോലെയാണ് അവർ ഈ ഷോപ്പ് കെട്ടിയേക്കണേ. ഇതിൻ്റെ സ്ട്രക്ചറിങ് കണ്ടാൽ ഞാൻ മനസ്സിലാവും. കംപ്ലീറ്റ്ലി ഡിസൈനിങ് ഒക്കെ ചെയ്ത്. അർമാനിയുടെ ഷോറൂം, ഷെഗ്നയുടെ ഷോപ്പ്. പിന്നെ ഇത് ആ സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്രാൻഡഡിൻ്റെ ഏരിയാസാണ്. ഇതൊക്കെ ബ്രാൻഡഡ് ഷോപ്സാണ്. ഞങ്ങൾ ചാമ്പലിയസിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി നടന്ന് ക്ഷീണിച്ചു. ഇപ്പോൾ സമയം കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി രാവിലെയാണെന്ന് വിചാരിക്കും, പക്ഷേ ഓൾമോസ്റ്റ് നൈറ്റായി. ഞങ്ങളിനി തിരിച്ച് റൂമിലേക്ക് പോവാം. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. രാവിലെ തൊട്ട് തുടങ്ങിയതാണ് നടത്തം. ഇന്ന് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. നല്ലൊരു ഡേ ഔട്ടായിരുന്നു. അത്യാവശ്യം എല്ലാം ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞാൽ പാരീസ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. 2 days ഉണ്ടായിരുന്നു. അത് കുറച്ച് സ്ഥലങ്ങളൊക്കെ പാരീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് കിട്ടി. കുറച്ച് നടന്നും ഇതുപോലെ തന്നെ സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ച് ബസ് പിടിച്ച് എത്തി. ഒരു പാരീസിൽ 2 days ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളായിട്ട് പാരീസിലുള്ളതുപോലെ, കാരണം തന്നെ എല്ലാം കണ്ട് ട്രാവൽ ചെയ്ത് ഓരോ സ്ഥലത്തെത്തി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത പോലൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്കിപ്പം. ഇനിയിപ്പോൾ തിരിച്ചു പോവാം. ഇനിയിപ്പം എയർബിഎൻബിയിലേക്ക് തിരിച്ചു പോവാണ്. കാരണം നാളെ അടുത്ത രാവിലെ ട്രെയിൻ പിടിച്ച് ഇനി ആംസ്റ്റർഡാം പോകണം. അതാണ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ ഈ കറക്കം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തത് നെക്സ്റ്റ് സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ ബൈ.